22/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ഇത് വളരെ നന്നായി തയ്യാറാക്കപ്പെട്ടതാണ്. ഇതിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കുട്ടികളായ നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നു. ചോദ്യം: ഏത് ആകർഷണത്തിൻ്റെ ആധാരത്തിൽ സർവ ആത്മാക്കളും നിങ്ങളുടെ അടുത്ത് ആകർഷിതരായി വന്നു ചേരും? ഉത്തരം: പവിത്രതയുടെയും യോഗത്തിൻ്റെയും ആകർഷണത്തിൻ്റെ ആധാരത്തിൽ. ഇതിലൂടെ തന്നെയാണ് നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് പോകവേ ബാബയെ പെട്ടെന്ന് അറിയും. ഇത്ര അനേകം പേർ ഏവരും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുമ്പോൾ ധാരാളം പേർ വരും. എത്രത്തോളം സമയം വൈകിക്കൊണ്ടിരിക്കുമോ അത്രയും നിങ്ങളിൽ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ഇതറിയാം. നമ്മൾ ആത്മാക്കൾ പരംധാമത്തിൽ നിന്നും വരുന്നു. ബുദ്ധിയിലുണ്ടല്ലോ. എപ്പോഴാണോ ആത്മാക്കളെല്ലാം വന്ന് പൂർത്തിയാകുന്നത്, ബാക്കി അല്പം പേർ അവശേഷിക്കുന്നത്, അപ്പോൾ ബാബ വരുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ദൂരദേശത്ത് വസിക്കുന്നവൻ ഏറ്റവും അവസാനം വരുന്നു. ബാക്കി കുറച്ചുപേർ അവശേഷിക്കുന്നു. ഇപ്പോൾ വരെയും വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഇതും അറിയുന്നുണ്ട്. ബാബയെ ആരും അറിയുന്നില്ല. അപ്പോൾ പിന്നെ രചനയുടെ ആദ്യമധ്യ അന്ത്യത്തെ എങ്ങനെ അറിയുവാനാണ്? ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണല്ലോ. അപ്പോൾ ഡ്രാമയിലെ ആക്ടേഴ്സിനെ അറിയേണ്ടതാണ്. പരിധിയുള്ള ആക്ടേഴ്സിനെ അറിയാമായിരിക്കും. ഇന്നയാൾക്ക് ഇന്ന പാർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നതുപോലെ. ഏതൊരു കാര്യം പാസ്റ്റ് ആകുന്നുവോ പിന്നെ അതിൻ്റെ ചെറിയൊരു ഡ്രാമ ഉണ്ടാക്കുന്നു. ഫ്യൂച്ചറിൻ്റേത് ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്ത് പാസ്റ്റായോ അതിനെ എടുത്ത് കുറച്ച് കഥകളും ഉണ്ടാക്കി ഡ്രാമ തയ്യാറാക്കുന്നു. അത് തന്നെ എല്ലാവരെയും കാണിക്കുന്നു. ഫ്യൂച്ചറിനെ അറിയുന്നതേയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ വന്നിരിക്കുകയാണ്. സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ആരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുവോ അവർക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുന്നു. ദേവി ദേവത പദവി നേടുന്നതിനായി. ഈ ദേവതമാർ ഇത്രയും ഉയർന്നവർ എങ്ങനെയായി? ഇതും ആർക്കും അറിയില്ല. വാസ്തവത്തിൽ ആദി സനാതനം ദേവി ദേവതാ ധർമ്മം തന്നെയാണ്. തൻ്റെ ധർമ്മത്തെ മറന്നു പോകുന്നു. അപ്പോൾ പറയുന്നു, നമ്മളെ സംബന്ധിച്ച് എല്ലാ ധർമ്മങ്ങളും ഒന്നു തന്നെയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയുടെ ഡയറക്ഷനിലൂടെ തന്നെയാണ് ചിത്രങ്ങളും മറ്റും നിർമ്മിക്കപ്പെടുന്നത്. ബാബ ദിവ്യ ദൃഷ്ടിയിലൂടെ ചിത്രം ഉണ്ടാക്കിക്കുമായിരുന്നു. ചിലർ പിന്നെ സ്വന്തം ബുദ്ധി കൊണ്ടും ഉണ്ടാക്കുന്നു. കുട്ടികൾക്ക് ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇത് തീർച്ചയായും എഴുതണം. പാർട്ട്ധാരികളായ ആക്ടേഴ്സാണ്. പക്ഷേ ക്രിയേറ്ററിനെയും ഡയറക്ടറിനെയും മറ്റും അറിയുന്നതേയില്ല. ബാബ ഇപ്പോൾ പുതിയ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. പഴയതിൽ നിന്നും പുതിയ ലോകം ഉണ്ടാകേണ്ടതുണ്ട്. ഇതും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പഴയ ലോകത്തിൽ തന്നെയാണ് ബാബ വന്ന് നിങ്ങളെ ബ്രാഹ്മണർ ആക്കുന്നത്. ബ്രാഹ്മണർ തന്നെയാണ് പിന്നെ ദേവതയാകുന്നത്. നോക്കൂ, യുക്തി എത്ര നല്ലതാണെന്ന്. ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. എങ്കിലും വളരെ നന്നായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളെ ഗുഹ്യമായ കാര്യങ്ങൾ നിത്യവും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ വിനാശം ആരംഭിക്കുമോ അപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് പാസ്റ്റിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും അറിയാമായിരിക്കും. പിന്നെ സത്യയുഗത്തിൽ പോകും.
അപ്പോൾ പാസ്റ്റിലെ ഹിസ്റ്ററി യാതൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല. പ്രാക്ടിക്കലിൽ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പാസ്റ്റിനെ കുറിച്ച് ആരെ കേൾപ്പിക്കുവാനാണ്? ഈ ലക്ഷ്മി നാരായണൻ്റെ പാസ്റ്റ് തീർത്തും അറിയുന്നതേയില്ല. നിങ്ങളുടെ ബുദ്ധിയിലാണെങ്കിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാമുണ്ട്. എങ്ങനെ വിനാശമുണ്ടാകും? എങ്ങനെ രാജ്യമുണ്ടാകും? എങ്ങനെ കൊട്ടാരം നിർമ്മിക്കപ്പെടും? തീർച്ചയായും നിർമ്മിക്കപ്പെടുമല്ലോ. സ്വർഗത്തിലെ സീനറികൾ തന്നെ വ്യത്യസ്തമാണ്. പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതനുസരിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കും. ഇതിനെ പറയുന്നത് ആവശ്യമില്ലാതെയുള്ള രക്തച്ചൊരിച്ചിലിൻ്റെ കളി എന്നാണ്. ആവശ്യമില്ലാതെ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നു, എത്ര നഷ്ടമുണ്ടാകുന്നു. ബോംബുകൾ എറിയുന്നു, ഇത് ആവശ്യമില്ലാതെയാണല്ലോ. ആരും ഒന്നും ചെയ്യുന്നില്ല. വിശാല ബുദ്ധിയുള്ളവർ ആരാണോ അവർ മനസ്സിലാക്കുന്നു, വിനാശം തീർച്ചയായും നടന്നിരുന്നു, തീർച്ചയായും ലഹളകൾ ഉണ്ടായിരുന്നു, ഈ കളിയും ഉണ്ടാക്കുന്നു. ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതെങ്കിലും സമയത്ത് ആർക്കെങ്കിലും ബുദ്ധിയിൽ ടച്ച് ആകുന്നു. നിങ്ങളാണെങ്കിൽ പ്രാക്ടിക്കലിലുണ്ട്. നിങ്ങൾ ആ രാജധാനിയുടെ അധികാരിയുമാകുന്നു. നിങ്ങൾക്കറിയാം ഇപ്പോൾ ആ ലോകത്തിലേക്ക് തീർച്ചയായും പോകേണ്ടതുണ്ട്. ആര് ബ്രാഹ്മണനാകുന്നുവോ ബ്രഹ്മാവിലൂടെ അല്ലെങ്കിൽ കുമാരിമാരിലൂടെ നോളജ് നേടുന്നുവോ അപ്പോൾ അവിടേക്ക് വരുന്നു. താമസിക്കുന്നത് സ്വന്തം വീട്ടിലും കുടുംബത്തിലുമാണല്ലോ. ധാരാളം പേരെ അറിയാൻ പോലും സാധിക്കില്ല. സെൻറ്ററിൽ എത്ര പേർ വരുന്നു? ഇത്രയും പേരുടെ ഓർമ്മ ഉണ്ടായിരിക്കുക സാധ്യമല്ല. എത്ര ബ്രാഹ്മണരുണ്ട്? വർദ്ധിച്ച് എണ്ണമറ്റതാകുന്നു. ആക്യുറേറ്റ് കണക്കെടുക്കുവാൻ സാധിക്കില്ല. രാജാവിന് അറിയാൻ കഴിയുന്നു ആക്യുറേറ്റായി നമുക്ക് എത്ര പ്രജയുണ്ട് എന്ന്. ജനസംഖ്യയും മറ്റും എടുക്കുന്നുവെങ്കിലും വ്യത്യാസമുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളും സ്റ്റുഡൻ്റാണ്, ഇതും സ്റ്റുഡൻ്റാണ്. എല്ലാ സഹോദരങ്ങൾക്കും അഥവാ ആത്മാക്കൾക്കും ഓർമ്മിക്കേണ്ടത് ഒരു ബാബയെയാണ്. ചെറിയ കുട്ടികളെയും പഠിപ്പിക്കാറുണ്ട്. ബാബ ബാബ എന്ന് പറയൂ. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. മുന്നോട്ട് പോകവേ ബാബയെ പെട്ടെന്ന് അറിയും. ഇത്ര അനേകം പേർ ഇവരും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുമ്പോൾ ധാരാളം പേർ വരും. എത്ര വൈകിക്കൊണ്ടിരിക്കുമോ അത്രയും നിങ്ങളിൽ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. പവിത്രമാകുന്നതിലൂടെ ആകർഷണമുണ്ടാകുന്നു. എത്രത്തോളം യോഗത്തിലിരിക്കുമോ അത്രയും ആകർഷണമുണ്ടാകും. മറ്റുള്ളവരെയും ആകർഷിക്കും. ബാബയും ആകർഷിക്കുന്നുവല്ലോ. വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി യുക്തികളും രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗീതയുടെ ഭഗവാൻ ആരാണ്? ശ്രീകൃഷ്ണനെ ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. അത് സാകാര രൂപമാണല്ലോ. നിരാകാരനായ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ കാര്യത്തിന്മേൽ തന്നെയാണ് മുഴുവൻ ആധാരവും. അതിനാൽ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാര്യത്തിന്മേൽ എല്ലാവരെ കൊണ്ടും എഴുതിച്ചു കൊണ്ടിരിക്കൂ. വലിയ വലിയ ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് അറിയാൻ കഴിയും. ബ്രാഹ്മണരായ നിങ്ങൾ എപ്പോഴാണോ ഉറച്ച നിശ്ചയബുദ്ധിയുള്ളവരാകുന്നത്, വൃക്ഷം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. മായയുടെ കൊടുങ്കാറ്റും അവസാനം വരെയും നടക്കും. വിജയം നേടിയെങ്കിൽ പിന്നെ പുരുഷാർത്ഥവും ഉണ്ടായിരിക്കില്ല, മായയും ഉണ്ടായിരിക്കില്ല. ഓർമ്മയിൽ തന്നെയാണ് വളരെ പേർ തോൽക്കുന്നത്. എത്രത്തോളം നിങ്ങൾ യോഗത്തിൽ ശക്തരാകുമോ അത്രയും തോൽക്കുകയില്ല. ഇത് രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് നിശ്ചയമുണ്ട്, നമ്മുടെ രാജധാനി ഉണ്ടാകും. പിന്നെ നമ്മൾ വജ്രവൈഡൂര്യങ്ങൾ എവിടെ നിന്നും കൊണ്ടുവരും? ഖനികളെല്ലാം എവിടെ നിന്ന് വരും? ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നത് ശരിയാണല്ലോ. ഇതിൽ കുഴങ്ങി പോകേണ്ട കാര്യമേ ഇല്ല. എന്ത് സംഭവിക്കണമോ അത് പ്രാക്ടിക്കലിൽ കാണും. സ്വർഗം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ആര് നല്ല രീതിയിൽ പഠിക്കുമോ അവർക്ക് നിശ്ചയമുണ്ടായിരിക്കും, നമ്മൾ പോയി ഭാവിയിൽ പ്രിൻസാകും. വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരം ഉണ്ടായിരിക്കും.
ഈ നിശ്ചയവും സർവീസബിൾ കുട്ടികൾക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആര് കുറഞ്ഞ പദവി നേടുന്നവരായിരിക്കുമോ അവർക്ക് നമ്മൾ കൊട്ടാരം എങ്ങനെ നിർമ്മിക്കും എന്ന ചിന്ത ഒരിക്കലും വരികയില്ല. ആര് വളരെയധികം സർവീസ് ചെയ്യുമോ അവർ തന്നെയായിരിക്കുമല്ലോ കൊട്ടാരങ്ങളിൽ പോകുന്നത്. തയ്യാറായ ദാസിദാസന്മാരെ ലഭിക്കും. സർവീസബിളായ കുട്ടികൾക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള ചിന്ത വരുന്നത്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ആരെല്ലാമാണ് നന്നായി സർവീസ് ചെയ്യുന്നവർ. നമ്മൾ പഠിച്ചവരുടെ മുന്നിൽ തലകുനിക്കും. ഇതുപോലെ ഈ ബാബയുണ്ട്, ബാബയ്ക്ക് ചിന്ത ഉണ്ടായിരിക്കുന്നുവല്ലോ. വൃദ്ധനും ബാലകനും സമാനമായി. അതിനാൽ ഈ ഒന്നിൻ്റെ ആക്ടിവിറ്റിയും ബാല്യം പോലെയാണ്. ബാബയുടേത് ഒരേ ഒരു ആക്റ്റാണ്, കുട്ടികളെ പഠിപ്പിക്കുക. വിജയമാലയിലെ മുത്താകണമെങ്കിൽ പുരുഷാർത്ഥവും വളരെയധികം വേണം, വളരെ മധുരമാകണം. ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ തന്നെയാണ് ഉയർന്നവർ ആകുന്നത്. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. ബാബ പറയുന്നു, ഞാൻ എന്ത് കേൾപ്പിക്കുന്നുവോ അതിന്മേൽ ജഡ്ജ് ചെയ്യൂ. മുന്നോട്ട് പോകവേ ഇനിയും നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. സമീപം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. തൻ്റെ രാജധാനിയിൽ നിന്നും മടങ്ങിയിട്ട് 5000 വർഷമായി 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി വന്നിരിക്കുകയാണ്. ഇതുപോലെ വാസ്കോഡി ഗാമയെക്കുറിച്ച് പറയുന്നുണ്ട്, വേൾഡിനെ ചുറ്റി സഞ്ചരിച്ചു എന്ന്. നിങ്ങൾ ഈ വേൾഡിൽ 84ൻ്റെ ചക്രം കറങ്ങി. ആ വാസ്കോഡി ഗാമ ഒരാളാണല്ലോ പോയത്. ഇതും ഒന്നാണ്. ആ ഒന്ന് നിങ്ങൾക്ക് 84 ജന്മങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ഡിനാസ്റ്റി നടക്കുന്നുവല്ലോ. അപ്പോൾ തൻ്റെ ഉള്ളിൽ നോക്കണം, നമ്മളിൽ ഏതെങ്കിലും ദേഹാഭിമാനം ഇല്ലല്ലോ, വ്യത്യാസം ഉണ്ടാകുന്നില്ലല്ലോ, എവിടെയെങ്കിലും കേടാകുന്നില്ലല്ലോ. നിങ്ങൾ യോഗബലത്തിൽ ആയിരിക്കുമെങ്കിൽ, ശിവബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ നിങ്ങളെ ആർക്കും ചമ്മട്ടി കൊണ്ട് അടിക്കാൻ സാധിക്കില്ല. യോഗബലം തന്നെയാണ് കവചം. ആർക്കും ഒന്നും ചെയ്യാൻ പോലും സാധിക്കില്ല. അഥവാ ആർക്കെങ്കിലും മുറിവേൽക്കുകയാണെങ്കിൽ തീർച്ചയായും ദേഹാഭിമാനമുണ്ട്. ദേഹി അഭിമാനിയെ ആർക്കും മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല. തെറ്റ് തൻ്റേത് തന്നെയാണ്. വിവേകം പറയുന്നത് ഇങ്ങനെയാണ്, ദേഹി അഭിമാനിയെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പരിശ്രമം ചെയ്യണം. എല്ലാവർക്കും സന്ദേശവും നൽകണം. ഭഗവാൻ ഉവാച മന്മനാഭവ. ഏതൊരു ഭഗവാൻ? ഇതും കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഈ ഒരേ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വിജയം ഉണ്ടാകേണ്ടതുണ്ട്. മുഴുവൻ ലോകത്തിലെയും മനുഷ്യരുടെ ബുദ്ധിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച എന്നാണ്. എപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് അപ്പോൾ പറയുന്നു, കാര്യം തീർച്ച തന്നെയാണ്. പക്ഷേ എപ്പോഴാണോ നിങ്ങളെപ്പോലെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ബാബ എന്ത് പഠിപ്പിക്കുന്നുവോ അത് ശരിയാണ് എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണനാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എന്നെ ആർക്കും അറിയാൻ സാധിക്കില്ല എന്ന് പറയില്ല. ശ്രീകൃഷ്ണയാണെങ്കിൽ എല്ലാവരും അറിയും. ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിലൂടെ ഭഗവാൻ പറയുന്നു എന്നുമല്ല. അല്ല, ശ്രീകൃഷ്ണനുള്ളതേ സത്യയുഗത്തിലാണ്. അവിടെ ഭഗവാൻ എങ്ങനെ വരുവാനാണ്? ഭഗവാൻ വരുന്നത് തന്നെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങൾ വളരെ പേരെ കൊണ്ട് എഴുതിപ്പിക്കൂ. നിങ്ങളുടെ ഇങ്ങനെയുള്ള വലിയ കണക്ക് പുസ്തകം അച്ചടിച്ചിട്ടുണ്ടാകണം. അതിൽ എല്ലാവരും എഴുതിയത് ഉണ്ടാകണം. ഇതിൽ ഇത്രയും പേർ ഏവരും ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് എന്ന് കാണുമ്പോൾ സ്വയവും എഴുതും. പിന്നെ നിങ്ങളുടെ അടുക്കൽ വളരെ പേർ എഴുതിയത് ഉണ്ടാകും, ഗീതയുടെ ഭഗവാൻ ആരാണ് എന്ന്. മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകണം, ഉയർന്നതിലും ഉയർന്നത് ബാബ തന്നെയാണ്. ശ്രീകൃഷ്ണൻ ഉയർന്നതിലും ഉയർന്നതല്ല. എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് കൃഷ്ണന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മാവിനേക്കാൾ ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണല്ലോ.
മുഖ്യ കാര്യം തന്നെ ഇതാണ്. അതിൽ എല്ലാവരുടെയും പാപ്പരത്വം മാറിപ്പോകും. ബാബ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയുന്നില്ല. ഇല്ല, സദ്ഗുരുവിനെ തൻ്റേതാക്കിയ ശേഷം തൻ്റെ വീട്ടിൽ പോയി കഴിയൂ. തുടക്കത്തിലാണെങ്കിൽ നിങ്ങളുടെ ഭട്ടി ഉണ്ടായിരുന്നു. ശാസ്ത്രങ്ങളിലും ഭട്ടിയുടെ കാര്യമുണ്ട്. എന്നാൽ ഭട്ടി എന്ന് ഏതിനെയാണ് പറയുന്നത് ഇതാരും അറിയുന്നില്ല. ഭട്ടി അതായത് ചൂള ഇഷ്ടികകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അവയിൽ ചിലത് പാകമായതും ചിലത് പാകമാകാത്തതും വരുന്നു. ഇവിടെയും നോക്കൂ, സ്വർണമേയില്ല, ബാക്കി കല്ലും മൺകട്ടയുമാണ്. പഴയ വസ്തുവിന് മാന്യത വളരെയുണ്ട്. ശിവബാബയ്ക്ക് ദേവതമാരെക്കാൾ മാന്യത ഉണ്ടല്ലോ. സത്യയുഗത്തിൽ മാന്യതയുടെ കാര്യമേയില്ല. അവിടെ പഴയ വസ്തുക്കൾ ഇരുന്ന് അന്വേഷിക്കുന്നില്ല. അവിടെ വയർ നിറഞ്ഞിരിക്കുന്നു, തൃപ്തിയായിരിക്കുന്നു. അന്വേഷിക്കേണ്ട ആവശ്യമേയില്ല. നിങ്ങൾക്ക് ഖനനം ചെയ്യേണ്ടി വരുന്നില്ല. ദ്വാപരയ്ക്ക് ശേഷമാണ് ഖനനം ആരംഭിക്കുന്നത്. കെട്ടിടം നിർമ്മിക്കുന്നു. എന്തെങ്കിലും പുറത്തു വരികയാണെങ്കിൽ താഴെ എന്തോ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. സത്യയുഗത്തിൽ നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ല. അവിടെയാണെങ്കിൽ സ്വർണം തന്നെ സ്വർണം ഉണ്ടായിരിക്കും. ഇഷ്ടിക തന്നെ സ്വർണത്തിലാണുള്ളത്. കഴിഞ്ഞ കൽപ്പത്തിൽ എന്ത് നടന്നുവോ അത് അടങ്ങിയിട്ടുള്ളതാണ്. അതേ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ആത്മാക്കളെ വിളിക്കുന്നു. അതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ഇതിൽ കുഴങ്ങിപ്പോകുന്നതിൻ്റെ കാര്യമില്ല. സെക്കൻഡ് ബൈ സെക്കൻഡ് പാർട്ട് അഭിനയിക്കുന്നു, പിന്നെ അപ്രത്യക്ഷമാകുന്നു. ഇത് പഠനമാണ്. ഭക്തിമാർഗത്തിലാണെങ്കിൽ അനേകം ചിത്രങ്ങളുണ്ട്. നിങ്ങളുടെ ഈ ചിത്രങ്ങളെല്ലാം അർത്ഥസഹിതമാണ്. അർത്ഥമില്ലാതെ ഒരു ചിത്രവുമില്ല. നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കാത്തത് വരെയും ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. മനസ്സിലാക്കിക്കുന്നവൻ വിവേകവാനും നോളജ്ഫുള്ളുമായ ഒരു ബാബ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈശ്വരീയ മതമാണ്. ഈശ്വരീയ വംശത്തിലേതാണ് അഥവാ കുലത്തിലേതാണ് നിങ്ങൾ. ഈശ്വരൻ വന്ന് വംശം തന്നെ സ്ഥാപിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് രാജപദമൊന്നുമില്ല. രാജധാനി ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ദേവീ ദേവതമാരുടെ ധർമ്മവും തീർച്ചയായും ഉണ്ട്. സൂര്യവംശി ചന്ദ്രവംശി രാജ്യം ഉണ്ടല്ലോ. ഗീതയിലൂടെ ബ്രാഹ്മണ കുലവും ഉണ്ടാകുന്നു, സൂര്യവംശി ചന്ദ്രവംശി കുലവും ഉണ്ടാകുന്നു. ബാക്കി മറ്റൊന്നും ഉണ്ടാവുക സാധ്യമല്ല. കുട്ടികളായ നിങ്ങൾ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തെ അറിഞ്ഞു കഴിഞ്ഞു. വലിയ പ്രളയം ഉണ്ടാകുന്നു എന്ന് മുൻപ് വിചാരിച്ചിരുന്നു. പിന്നീട് സാഗരത്തിൽ ആലിലയിൽ ശ്രീകൃഷ്ണൻ വരുന്നുവെന്ന് കാണിക്കുന്നു. ആദ്യ നമ്പറായി ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ വരുന്നത്. ബാക്കി സാഗരത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് വളരെ നല്ല വിവേകം വന്നു കഴിഞ്ഞു. ആര് ആത്മീയ പഠനം നന്നായി പഠിക്കുന്നുണ്ടാകുമോ അവർക്കാണ് സന്തോഷവും ഉണ്ടാകുന്നത്. ആര് നല്ല രീതിയിൽ പഠിക്കുന്നുവോ അവർ തന്നെയാണ് പാസ് വിത്ത് ഓണർ ആകുന്നത്. അഥവാ ആരോടെങ്കിലും ഹൃദയം ചേർന്നിരിക്കുകയാണെങ്കിൽ പഠനത്തിൻ്റെ സമയത്തും അവർ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. ബുദ്ധി അവിടേക്ക് പോകും. അതിനാൽ പഠനം എപ്പോഴും ബ്രഹ്മചര്യത്തിലാണ് നടക്കുന്നത്. ഇവിടെ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഒരു ബാബയെ അല്ലാതെ മറ്റെവിടെയും ബുദ്ധി പോകാൻ പാടില്ലാത്തതാണ്. എന്നാൽ വളരെ പേർക്ക് പഴയ ലോകം ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് അറിയുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴും കേൾക്കുന്നതേയില്ല. ഭക്തിമാർഗത്തിലും ഇങ്ങനെയാണ്. സത്സംഗത്തിൽ ഇരിക്കുമ്പോഴും ബുദ്ധി എവിടേക്കോ ഓടിക്കൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ വളരെ വലിയ ശക്തമായ പരീക്ഷയാണ്. ചിലരാണെങ്കിൽ ഇരിക്കുമ്പോഴും കേൾക്കാത്തതുപോലെയാണ്. ചില കുട്ടികൾക്കാണെങ്കിൽ സന്തോഷമുണ്ടാകുന്നു. മുന്നിൽ സന്തോഷത്തിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും. ബുദ്ധി ബാബയോടൊപ്പം ഉണ്ടായിരിക്കുമെങ്കിൽ പിന്നെ അന്തുമതി സ്വഗതി ഉണ്ടാകും. ഇതിനുവേണ്ടി വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യണം. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ധനം ലഭിക്കുന്നു. ശരി,
മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വിജയമാലയിലെ മുത്ത് ആകുന്നതിനായി വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യണം. വളരെ മധുരമാകണം. ശ്രീമത്തനുസരിച്ച് നടക്കണം. യോഗം തന്നെയാണ് സേഫ്റ്റിക്കുള്ള കവചം. അതിനാൽ യോഗബലം ശേഖരിക്കണം. ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പൂർണ്ണ പരിശ്രമം ചെയ്യണം. വരദാനം: വിശേഷം എന്ന വാക്കിൻ്റെ സ്മൃതിയിലൂടെ സമ്പൂർണതയുടെ ലക്ഷ്യം പ്രാപ്തമാക്കുന്ന സ്വപരിവർത്തകനായി ഭവിക്കട്ടെ. സദാ ഇത് സ്മൃതിയിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വിശേഷ ആത്മാക്കളാണ്. വിശേഷ കാര്യത്തിന് നിമിത്തമാണ്. വിശേഷത കാണിക്കുന്നവരാണ്. ഈ വിശേഷം എന്ന വാക്ക് വിശേഷിച്ച് ഓർമ്മിക്കൂ. വാക്കുകളും വിശേഷം, നോക്കുന്നതും വിശേഷം, ചെയ്യുന്നതും വിശേഷം, ചിന്തിക്കുന്നതും വിശേഷം. ഓരോ കാര്യത്തിലും ഈ വിശേഷം എന്ന വാക്ക് കൊണ്ടുവരുന്നതിലൂടെ സഹജമായി സ്വപരിവർത്തനവും വിശ്വപരിവർത്തകനും ആയി മാറും. സമ്പൂർണത പ്രാപ്തമാക്കുന്നതിൻ്റെ ഏതൊരു ലക്ഷ്യമാണോ ഉള്ളത്, ആ ലക്ഷ്യത്തെ സഹജമായി പ്രാപ്തമാക്കുകയും ചെയ്യും. സ്ലോഗൻ: വിഘ്നങ്ങളെ ഭയപ്പെടുന്നതിന് പകരം പരീക്ഷയായി മനസ്സിലാക്കി അവയെ മറികടക്കൂ. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഇപ്പോൾ മനസ്സിൻ്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കൂ. അപ്പോൾ ക്വാളിറ്റിയുള്ള ആത്മാക്കൾ സമീപം വരും. ഇതിൽ ഡബിൾ സേവനമുണ്ട്. സ്വയം തൻ്റെയും മറ്റുള്ളവരുടെയും. സ്വയം തനിക്ക് വേണ്ടി പ്രത്യേകം പ്രയത്നിക്കേണ്ടി വരികയില്ല. പ്രാപ്തി ലഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ഥിതി അനുഭവപ്പെടും. ഈ സമയത്തെ ശ്രേഷ്ഠ പ്രാപ്തിയാണ്. സദാ സ്വയം സർവപ്രാപ്തികൾ കൊണ്ടും സമ്പന്നമായിരിക്കണം. സർവരെയും സമ്പന്നമാക്കുകയും വേണം. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം: നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാരലോകത്തിൽ വിഷയസാഗരത്തിൽ ദുഃഖ അശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾ ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തി
സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്.